ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങളുടെ മകനും ചേർന്ന് വീഴ്ത്തിയിട്ടതാണെന്ന് എല്ലാവർക്കും സംശയമുണ്ട്. ദേ, ഞാനൊരു മന്ത്രിയായി പോയതിലേ അസൂയുണ്ടെന്ന് കരുതി എന്ത് തോന്നിയാസം പറഞ്ഞേക്കാന്ന് കരുതരുത്. എപ്പോഴും എനിക്ക് കൺട്രോൾ കിട്ടണമെന്നില്ല. ചേച്ചി, നീ കണ്ടതും കേട്ടതും ഒന്നുമല്ല സത്യം. അത് തന്നെ എനിക്ക് വീണ്ടും പറയാനുള്ളേ. എടോ, ഞാൻ കഴിഞ്ഞതെല്ലാം മനസ്സിൽ നിന്ന് മറക്കാൻ പാടുപെടുക. അതിനിടയ്ക്ക് താൻ എന്റെ വട്ടം വന്ന് ചാടല്ലേ. എന്റെ കൺട്രോൾ പോയാ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. പിറവിയെടുക്കും മുമ്പേ കുഞ്ഞിനെ നഷ്ടപ്പെട്ടൊരു അച്ഛന്റെ വികാരം എന്താന്ന് അത് തനിക്ക് പറഞ്ഞ മനസ്സിലാവില്ലടോ. സ്വന്തം പേരക്കുട്ടിയെ കൊന്നു എന്നുള്ള കുറ്റം ഏൽക്കേണ്ടി വന്ന നിരപരാധിയായ ഒരു അമ്മയുടെ ദുഃഖം നിനക്ക് മനസ്സിലാവില്ല. എന്നെ പ്രസവിച്ച എന്റെ അമ്മ ആരാണെന്നും എന്താണെന്നും എനിക്കറിയാം. പക്ഷെ അതേ അമ്മ തന്നെ പ്രസവിച്ച ഇവൾക്ക് അമ്മയെ ഈ ജന്മം പിടികിട്ടില്ല. എന്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞ ആ സ്ത്രീയെ കുറിച്ചുള്ള ഒരു ന്യായീകരണം എനിക്ക് കേൾക്കണ്ട. കേൾപ്പിക്കാൻ ഞാൻ വരുന്നുമില്ല. ദേ, ഇവിടം കൊണ്ട് ഇതെല്ലാം അവസാനിക്കുക. പക്ഷേ നിന്നെക്കാളും കൂടുതൽ സ്നേഹവും മാനുഷിക മൂല്യവും ഇവനുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകളെ ഇവനോടാ. ഹരീഷേ, ഒരച്ഛനാകാൻ സ്വപ്നം കണ്ട് നടന്നവനാണ് നീ. നിന്റെ ആ സ്വപ്നത്തെ ഇല്ലാതാക്കിയത് എന്റെ അമ്മയല്ല. ആയിരുന്നെങ്കിൽ ഇന്നലെ രാത്രി എന്റെ അമ്മ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കില്ലായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അമ്മയെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് കൊണ്ടെത്തിച്ചത് ഇവളാ. ആ പാവ അമ്മ നിനക്ക് മാപ്പ് തരും. പക്ഷേ ദൈവം നിനക്ക് മാപ്പ് തരില്ല. പോവാൻ പറ ഹരിശേട്ടാ, ഇതവന്റെ നാടക. ഹരിശേട്ടൻ വാ. എന്തായാലും ശ്രീലക്ഷ്മി ഇങ്ങനെ കാണിച്ചത് ശരിയാണോ? സ്വന്തം അമ്മയല്ല അവള് തള്ളി പറഞ്ഞത്. എന്ത് ചെയ്യാൻ ചെറിയമ്മ? അവള് ഭർത്താവിനോടും ഭർത്താവിന്റെ അമ്മയോടൊപ്പം നിന്നു. ഭർത്താവിനെയും ഭർത്താവിന്റെ വീട്ടുകാരെയും സ്നേഹിച്ചോട്ടെ, അത് അങ്ങനെ തന്നെ വേണമല്ലോ. പക്ഷേ പെറ്റമ്മയെ ഒറ്റിക്കൊടുത്തതും പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതും ശരിയാണോ? ലോകത്ത് ഒരാൾ അത് അനുകൂലിക്കില്ല. ചെറിയമ്മ, ഇതൊക്കെ രുക്മിണിയുടെ പ്ലാന്. ഓ, രുക്മിണിയുടെ കാര്യം പറയുമ്പോ ഇവിടുത്തെ ചില ആളുകൾക്കും അതിൽ കൈയുണ്ടോന്ന് ഒന്ന് സംശയിക്കണം. അത് ശരിയാ ചെറിയമ്മ. പറഞ്ഞു തീർന്നില്ല. എഴുന്നള്ളത്ത് വരുന്നുണ്ട്. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴാ ദുശകുനം. നിങ്ങൾ എന്താ പറഞ്ഞ? ദുശകനാണെന്ന്. നമ്മളിവർക്ക് ദുശകനാണ് പോലും. ഞങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ദുശകനാണെങ്കിലേ നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോയി താമസിച്ചു. ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എന്തിനാ? ഇതെന്റെ വീടാ, എന്റെ ആങ്ങളയുടെ വീട്. ആ, ആങ്ങളുടെ വീടാ. അതെങ്ങനെ നിങ്ങളുടെ വീടാവും? ഏത് നല്ല കാര്യത്തിന് പോയാലും ഈ യാമിനെ കണ്ടിട്ട് പോയാ അത് നടക്കില്ല. അതുകൊണ്ട് യാമിനിയോടാ ഞാൻ ഈ പറഞ്ഞ. ഉടനെ കാർഡ് തിരിച്ചു വെച്ചു. ചെറിയമ്മയ്ക്കായി കുറ്റം. ചെറിയമ്മ ഈ വീട്ടില് ചെറിയമ്മയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള രീതിയിൽ നടക്കും. ആരാ ചോദിക്കാൻ? എടി, ഞാനിപ്പോ ഒരു വഴക്കിന് തയ്യാറല്ലാത്തത് കൊണ്ട് ക്ഷമിക്കുന്നു. ഞാൻ മന്ത്രിസഭയിലേക്കാ പോകുന്നത്, അതാ ക്ഷമിക്കുന്നത്. പിന്നെ മലമറിക്കാൻ പോവല്ലേ മന്ത്രിസഭയിലേക്ക്? കക്കാനും കൈയിട്ട് വാരാനും ദൈവം ഓരോരുത്തർക്ക് ഓരോ അവസരം കൊടുക്കും.
അച്ഛനെ കട്ടിലിൽ കിടത്തിയിട്ട് കയറിയതല്ലേ ഈ കസേരയിലേക്ക്. എടി മര്യാദകട് പറഞ്ഞാലുണ്ടല്ലോ. ഋതുമോള് പറഞ്ഞതില് എന്താ തെറ്റ്? ഏട്ടൻ വീഴാൻ കാത്തിരുന്നത് പോലെയാ നിങ്ങളുടെ മന്ത്രി കസേരയിലേക്കുള്ള തള്ളിക്കയറ്റം. ഏട്ടനെ നിങ്ങളും നിങ്ങളുടെ മകനും ചേർന്ന് വീഴ്ത്തിയിട്ടതാണെന്ന് എല്ലാവർക്കും സംശയമുണ്ട്. ദേ ഹ, ഞാനൊരു മന്ത്രിയായി പോയതിലേ അസൂയുണ്ടെന്ന് കരുതി എന്ത് തോന്നിയാസം പറഞ്ഞേക്കാന്ന് കരുതരുത്. എപ്പോഴും എനിക്ക് കൺട്രോൾ കിട്ടണമെന്നില്ല. ചേച്ചി, അച്ഛൻ ചേച്ചി ഓഫീസിലേക്കല്ലേ പോകുന്നത്? അതെ മോനെ. ഒരു ശ്രീകോവിലേക്ക് കയറുന്ന പരിശുദ്ധിയോട് വേണം ആ ഭരണസിരാ കേന്ദ്രത്തിന്റെ ഓഫീസിലേക്ക് കയറാൻ. ആ സമയത്ത് ചേച്ചി വഴക്കിന് നിൽക്കുന്ന എന്തിനാ? സോറി മോനെ, ചേച്ചി പോയിട്ട് വരാം. ഞാൻ പല പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയോട് വഴക്കിന് ചെല്ലരുതെന്ന്. അച്ഛാ വെറുതെ വഴക്കിന് ചെന്നതല്ല. അച്ഛനറിയോ? ഏയ് വേണ്ട. ചേച്ചിക്കെതിരെ നീ എന്തു പറഞ്ഞാലും ഞാനത് കേൾക്കുകയില്ല, വിശ്വസിക്കുകയില്ല. അച്ഛനും അമ്മയും ഇട്ടേച്ചു പോയപ്പോ ഞങ്ങളെ കാത്തുരക്ഷിച്ച കൂടെപ്പിറപ്പാ അവര്. എനിക്കവര് എല്ലാം ആണ്. ഒരു സെക്കൻഡ് കൊണ്ടാ ആ രുക്മിണി ആന്റിയുടെ സ്വഭാവം മാറിയത്. രാധമ്മയ്ക്കെതിരായി. അവരെപ്പ സ്നേഹം നടിച്ച് രാധമ്മയുടെ അടുത്ത് കൂടുന്നോ അതെന്തെങ്കിലും പ്രശ്നത്തിലെ തീരൂ. സിൻസിയറായിട്ടല്ല അവർ നമ്മുടെ വീട്ടിൽ വരുന്നത്. ഞാൻ ആ നാശം പിടിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാത്തതിന്റെ വൈരാഗ്യം ആ സ്ത്രീക്കുണ്ടാവും. അവരെ സത്യത്തിൽ നമ്മുടെ ശത്രുവാ. അതെത്ര പറഞ്ഞാലും എന്റെ അമ്മയ്ക്ക് മനസ്സിലാവില്ല. രാധമ്മ വെറും പാവ രാജു. ഋതു, എനിക്ക് മറ്റൊരു ഡൗട്ട് കൂടിയുണ്ട്. ഈ രുക്മിണിയും അംബികയും പണ്ട് മുതലേ കമ്പനിയാ. നമുക്കിട്ട് വെക്കുന്ന പല വേലവെപ്പിനും രുക്മിണിക്ക് അംബികയുടെ വക അഡ്വൈസ് ഉണ്ട്. അത് രാജു പറഞ്ഞത് ശരിയാ. ഇതിന്റെ അണിയറ ശില്പി അംബികാവർമ്മ തന്നെയാ. ഋതു എന്താ ആലോചിക്കുന്ന? എനിക്ക് ആകെ ഒരു ടെൻഷൻ. എന്തൊക്കെയോ വലിയ വലിയ പ്രശ്നങ്ങൾ വരാനിരിക്കുന്നു എന്ന് എന്റെ മനസ്സ് പറയുന്നത് പോലെ.